ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കുകയാണ്. അല്പം കൂടി എളുപ്പത്തിൽ ചെയ്യാനുള്ള രീതികളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 22×31 നമ്മൾ ആദ്യം ചെയ്യുക 2 2നെ 1നെ അങ്ങോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ നമ്മളത് ഈ രീതിയിൽ 2×1 എന്ന് പറയുന്നത് എത്രയാണ്? 2×1 എന്ന് പറയുന്നത് 2. ഓക്കെ, ദെൻ ഈ രീതിയിൽ ക്രോസ് മൾട്ടിപ്ലൈ 3×2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ 2 + 6 എത്ര കിട്ടും നമുക്ക്? 8 അല്ലേ? സോ നമ്മളിവിടെ ആ 8 നമ്മൾ ഇവിടെ എഴുതി. ക്ലിയർ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 3യും 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3×2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. സോ നമ്മുടെ ആൻസർ 682. ഓക്കെ, അത് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് വരാം. ഇവിടെ നമുക്ക് പഴയ രീതിയിൽ തന്നെ ചെയ്യാം. ആദ്യം എന്താണ്? ആ 1ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. 3×1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 6×1 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. ഈ 9 നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ 3യും 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3×6 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ നമുക്ക് 1891 എന്ന ആൻസർ കിട്ടിയല്ലോ. സോ 31×61. നമ്മൾ വീണ്ടും ഈ 31×61 മറ്റൊരു രീതിയിലൊന്ന് ചെയ്യുവാനായിട്ട് നോക്കുകയാണ്, ശ്രമിക്കുകയാണ്. നോക്കുക, ഇവിടെ 1×1 നമ്മൾ ആദ്യം ചെയ്ത പോലെ 1×1 എന്ന് പറയുന്നത് 1 അല്ലേ? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ ഇവ തമ്മിൽ ആഡ് ചെയ്യുക. എത്രയാണ്? 3 + 6 എത്രയാണ്? 3 + 6 എന്ന് പറയുന്നത് 9 അല്ലേ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3×6 എന്ന് പറയുന്നത് 18. നമുക്ക് എത്ര കിട്ടി? കണ്ടോ? 1891 കിട്ടിയല്ലേ? അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും 1891. അപ്പോൾ രണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താലും മതി. ഇത് ഇങ്ങനെ 2 ഡിജിറ്റ്സ് നമ്പറിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ, രണ്ടിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ 1 മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ട, പകരം ഇവ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഞാൻ അടുത്തൊരു ചോദ്യം നോക്കിയാലോ? ഇതാണ് അടുത്തൊരു ചോദ്യം. എന്താണ്? 28×22. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്താണ്? 8×2 ആണല്ലേ? 8×2 എന്ന് പറയുന്നത് എത്രയാണ്? 8×2 16 ആണ്. നമ്മളതിൽ ഈ 6 നമ്മൾ നേരത്തെ പറയുന്ന പോലെ 6 നമ്മൾ എഴുതുന്നു. 1 ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 2×2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 2×8 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 20 നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 1 കൂടെ ഇല്ലേ? അപ്പോൾ 20 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 21 കിട്ടി. അതായത് 21 ആയിരുന്നു. നമ്മൾ 1 ഇവിടെ എഴുതി, 2 ക്യാരി ചെയ്യാം. 2 ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2×2 2×2 4. ഇതിൽ 2 കൂടെ ആഡ് ചെയ്യുക. 4 + 2 6. ഇതാണ് നമ്മുടെ ആൻസർ. 616 എന്ന ആൻസർ കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്താലോ? 28×22. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് 28×22. ഇവിടെ നമ്മൾ നേരിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം, 8×2 എത്രയാണ്? നമ്മൾ നേരിട്ട് എഴുതുക. 16 അത് നമ്മൾ തീർത്തും എഴുതുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ, നമ്മൾ ഈ 2×2 എത്രയാണ്? 4. ഓക്കെ, 2×2 4 അല്ലേ? അതിനോട് വീണ്ടും ഈ ഒരു 2 ആഡ് ചെയ്യുന്നു. അതായത് 2×2 4. ഈ നമ്പർ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു. 4 + 2 6. എത്ര കിട്ടും നമുക്ക് ആൻസർ? 616 കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ ഇത് തന്നെയല്ലേ നമ്മുടെ 616 ഇവിടെയും കിട്ടിയില്ലേ? അപ്പോൾ ഇതെല്ലാം എളുപ്പം. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.